ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥയിൽ രാധിക പോയതിന് ശേഷം കൽപ്പന പറയുന്നുണ്ട് രാധിക അധിക കാലം ഈ വീട്ടിൽ കാണത്തില്ലെന്നൊക്കെ. മുത്തശ്ശി അപ്പോൾ പറയുന്നുണ്ട് ആദ്യം നീ നിന്റെ സ്ഥാനം ഉറപ്പിക്കാൻ നോക്കാനെന്നൊക്കെ. മുത്തശ്ശി പോയതിന് ശേഷം കൽപ്പനയോടാണെങ്കിൽ ഉർവശി ചോദിക്കുന്നുണ്ട് നീയും രാധികയും തമ്മിൽ എന്തോ രഹസ്യമുണ്ടല്ലോ, എന്താണെന്നൊക്കെ ചോദിക്കുന്നു. കൽപ്പന അപ്പോൾ പറയുന്നുണ്ട് ചെറിയമ്മയ്ക്ക് ഒരു പണിയുമില്ല, അങ്ങനെ ഒന്നുമില്ലെന്നൊക്കെ പറഞ്ഞിട്ട് കൽപ്പന അവിടെ നിന്നും പോകുന്നുണ്ട്. ശേഷം കാണിക്കുന്നത് ദേവനാരായണൻ തിരുമേനിയുടെ വീടാണ്. അവിടേക്കാണെങ്കിൽ ഒരു ഗുണ്ട വന്ന് ജനലിൽ കൂടി ഒരു ലെറ്റർ ഇട്ടിട്ട് പോകുന്നുണ്ട്. തിരുമേനി വീട്ടിലേക്ക് വരുന്നുണ്ട്. തിരുമേനി യശോദയോട് പറയുന്നുണ്ട് അമ്മ എല്ലായിടത്തും അന്വേഷിച്ചു, ഒരു വിവരവുമില്ല, എവിടെ പോയെന്ന് അറിയില്ല എന്നൊക്കെ പറയുന്നു. യശോദ ഇപ്പോൾ പറയുന്നുണ്ട് എന്നാലും അമ്മ എവിടെ പോയിരിക്കുമെന്നൊക്കെ. തിരുമേനി പറയുന്നുണ്ട് നമ്മൾ അന്വേഷിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ വരുണിനെയും അറിയിക്കണം, അവരന്വേഷിക്കട്ടെ എന്നൊക്കെ പറയാണ്. എന്തായാലും പ്രിയങ്ക മോളുടെ ഫോട്ടോയും കൊണ്ടാണോ പോയതെന്നൊന്ന് പോയി നോക്കാനെന്ന് പറയുന്നു. യശോദ റൂമിനുള്ളിൽ ചെല്ലുമ്പോൾ പ്രിയങ്ക മോളുടെ ഫോട്ടോയുണ്ട്, ലെറ്ററും കാണുന്നുണ്ട്. ലെറ്ററുമായിട്ട് തിരുമേനിയുടെ അടുത്തേക്ക് ചെല്ലുന്നു. തിരുമേനി ലെറ്റർ വായിക്കുന്നുണ്ട്. അതിലെഴുതിയിരിക്കുന്നത് മുത്തശ്ശി അമ്പലങ്ങളിൽ പോയിരിക്കുകയാണെന്നും ദർശനത്തിന് വേണ്ടി, എല്ലാം കഴിഞ്ഞിട്ട് പതിയെ വീട്ടിലേക്ക് വരാം, എന്നെ അന്വേഷിക്കേണ്ട എന്നൊക്കെയാണ് എഴുതിയിരിക്കുന്നത്. യശോദ അപ്പോൾ പറയുന്നുണ്ട് അമ്മ ഏത് അമ്പലത്തിൽ പോയതാണെന്ന് അറിയത്തില്ലല്ലോ എന്നൊക്കെ. തിരുമേനി അപ്പോൾ പറയുന്നുണ്ട് എല്ലാ അമ്പലത്തിലും നമുക്ക് അന്വേഷിച്ച് നോക്കാമെന്നൊക്കെ. ശേഷം തിരുമേനി അയൽപക്കക്കാരോടൊക്കെ അന്വേഷിക്കാൻ പറയുന്നുണ്ട്. അവരപ്പോൾ പോലീസ് സ്റ്റേഷനിലും ഒന്ന് പരാതി കൊടുക്കാനെന്നൊക്കെ പറയുന്നു. തിരുമേനി അവിടെ നിന്ന് പോയതിനു ശേഷം അയൽപക്കക്കാർ പറയുന്നുണ്ട് എങ്ങനെ നടന്ന തിരുമേനിയാണ്, എന്തൊക്കെയാണ് ആ വീട്ടിൽ ഇപ്പോൾ നടക്കുന്നത്. ഒരു മകൾ മരിച്ചുപോയി, ആ മകളുടെ ഭർത്താവിനെ കൊണ്ട് തന്നെ അടുത്ത മകളെയും കെട്ടിപ്പിച്ചിരിക്കുകയാണ്, എന്തൊക്കെയാണ് ഈ നടക്കുന്നതെന്ന് അറിയില്ലല്ലോ എന്നൊക്കെ പറയുന്നു. എന്തായാലും തിരുമേനി ഒരു നല്ല മനുഷ്യനായിരുന്നു, ഇപ്പൊ ആ പാവം അലഞ്ഞുകൊണ്ടേയിരിക്കുകയാണെന്നൊക്കെ പറയുന്നുണ്ട്. ശേഷം കാണിക്കുന്നത് വരുൺ ഓഫീസിൽ നിന്നും വരുന്നതാണ്. രാധികയോടാണെങ്കിൽ ഏട്ടൻ തന്ന ഗിഫ്റ്റ് എവിടെയെന്ന് ചോദിക്കുന്നു. രാധിക അപ്പോൾ അതൊക്കെ ഇപ്പൊ എന്തിനാണ് കാണുന്നതെന്നൊക്കെ ചോദിക്കുന്നു. വരുൺ അപ്പോൾ പറയുന്നുണ്ട് എൻ്റെ ഏട്ടൻ പെങ്ങൾക്ക് വേണ്ടി തന്നത് എനിക്ക് കാണണമെന്ന് പറയാണ്. രാധിക അപ്പോൾ കൽപ്പന പ്രശ്നമുണ്ടാക്കിയ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. എല്ലാം കേട്ട് കഴിയുമ്പോൾ വരുണ് ദേഷ്യം വരുന്നുണ്ട്. വരുൺ അപ്പോൾ പറയുന്നുണ്ട് ഇതങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റത്തില്ലല്ലോ, എന്തായാലും ഇത് ചോദിച്ചിട്ട് തന്നെ കാര്യം കൽപ്പനയോടും ഉർവശിയോടും ചോദിക്കണമെന്നൊക്കെ പറയുന്നു. രാധിക അപ്പോൾ വരുണിനെ ഉപദേശിക്കുന്നുണ്ട് തൽക്കാലം പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട, ഞാൻ എല്ലാത്തിനും മറുപടി കൊടുത്തിട്ടുണ്ടെന്നൊക്കെ പറയുന്നു. ഏട്ടത്തിയുടെ സ്വഭാവം എന്തായാലും മാറ്റാൻ പറ്റത്തില്ല, ചില മനുഷ്യർ അങ്ങനെയാണ്, എന്തായാലും നമുക്ക് ഏട്ടനെ ഒന്ന് ഉപദേശിക്കണം, ഏട്ടനോട് സംസാരിച്ചാൽ ശരിയാകുമെന്നൊക്കെ പറയുന്നു. ശേഷം രണ്ടുപേരും കൂടി സൂര്യയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. സൂര്യ വരുണിനെ കാണുമ്പോൾ പറയുന്നുണ്ട് ഇന്ന് നടന്നതിനെല്ലാം സൂര്യ എന്നൊക്കെ. ആ സമയത്ത് വരുൺ പറയുന്നുണ്ട് ഞാനെല്ലാം അറിഞ്ഞു, പക്ഷെ അതൊന്നും പറയാൻ വേണ്ടി വന്നതല്ലിപ്പോ എന്നൊക്കെ പറയുകയാണ്. രാധിക പറയുന്നുണ്ട് ഏട്ടത്തിയെ ആഗ്രഹിക്കുന്നത് ഏറ്റവും കൂടുതൽ ഏട്ടൻ ഏട്ടത്തിയെ സ്നേഹിക്കണമെന്നാണ്, വേറെ ആർക്കും സ്ഥാനം കൊടുക്കുന്നതൊന്നും ഏട്ടത്തിക്ക് ഇഷ്ടമല്ലെന്നൊക്കെ പറയുന്നു. ഏട്ടൻ കൊണ്ടുവന്ന ആഭരണങ്ങളും ഡ്രസ്സും ഒക്കെ അപ്പൊ തന്നെ അണിഞ്ഞിട്ട് വന്നത് ഏട്ടനോടുള്ള സ്നേഹം കൊണ്ടല്ലേ, അത് ഏട്ടൻ മനസ്സിലാക്കണം, ഏട്ടത്തി എന്താണോ ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ പെരുമാറണമെന്നൊക്കെ പറയുന്നു. പറഞ്ഞപ്പോൾ പറയുന്നുണ്ട് ഭാര്യയെ ചേർത്ത് പിടിച്ച് സംസാരിക്കേണ്ട സമയത്തിൽ അങ്ങനെ തന്നെ ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് രാധികയെ ചേർത്ത് പിടിച്ചൊക്കെ കാണിക്കുകയാണ്. വരുൺ പറയുന്നുണ്ട് ചുരുക്കം പറഞ്ഞാൽ ഏട്ടൻ കുറച്ചുകൂടെ റൊമാൻറ്റിക് ആകണമെന്നൊക്കെ. സൂര്യ അപ്പോൾ പറയുന്നുണ്ട് എനിക്കിപ്പോൾ മനസ്സിലായി, എന്തായാലും ഞാൻ കുറച്ച് റൊമാൻറ്റിക് ആയിട്ടില്ലായിരുന്നു, ഇനിയും തൊട്ട് കുറച്ചുകൂടി സ്നേഹത്തോടൊക്കെ പെരുമാറാൻ ഞാൻ ശ്രമിക്കാമെന്നൊക്കെ പറയുന്നു. രാധിക അപ്പോൾ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഏട്ടത്തി ഉറപ്പായിട്ടും മാറും, ഏട്ടത്തി പാവമാണെന്ന് ഏട്ടൻ തന്നെ പറയേണ്ടി വരുമെന്നൊക്കെ പറയുന്നുണ്ട്. വരുൺ അപ്പോൾ പറയുന്നുണ്ട് നമ്മൾ 4 പേരും സന്തോഷത്തോടെ ജീവിക്കുന്നത് കണ്ടാൽ മുത്തശ്ശിക്കും അച്ഛനും അമ്മയ്ക്കും എല്ലാവർക്കും സന്തോഷമാകുമെന്നൊക്കെ പറയാണ്. സൂര്യ ഇനിയും തൊട്ട് കൽപ്പനയെ കൂടുതൽ സ്നേഹിക്കാമെന്ന് തീരുമാനിക്കുകയാണ്. ശേഷം കാണിക്കുന്നത് യശോദയും തിരുമേനിയുമാണ്. യശോദ തിരുമേനിയെ കാത്തു നിൽക്കുകയായിരുന്നു. തിരുമേനി വീട്ടിലേക്ക് വരുന്നുണ്ട്. അമ്മയെക്കുറിച്ച് ഒരു വിവരവുമില്ല, എല്ലാ അമ്പലത്തിലും അന്വേഷിച്ചെന്നൊക്കെ പറയുന്നു. പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്തിട്ടുമുണ്ടെന്ന് പറയുന്നുണ്ട്. തിരുമേനി സങ്കടത്തോടെ പറയുന്നുണ്ട് എന്നാലും നമ്മളുടെ അവസ്ഥ എന്തൊരവസ്ഥയാണ്, ഒരു പ്രശ്നം തീരുമ്പോൾ വേറൊരു പ്രശ്നം വന്നുകൊണ്ടേ ഇരിക്കുകയാണല്ലോ, എന്ത് ജന്മമാണ് നമ്മളുടെ ജന്മം എന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെടുകയാണ്. ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു. പുതിരി കഥയുമായി വീണ്ടും കാണാം. താങ്ക്